Hello children. Today let us do the lesson Madam Rides the Bus written by Vallikannan. Vallikannan had actually written the story in Tamil and it was translated into English by K.S. Sundaram. Okay, and all the pictures that you see, the cartoons here, are drawn by the famous cartoonist R.K. Lakshmanan. So let us go ahead and read the lesson. There was a girl named Valli Ammai who was called Valli for short. She was 8 years old and very curious about things. So this lesson is about an 8-year-old girl. ആ കുട്ടി ഭയങ്കര ക്യൂരിയസ് കൈൻഡ് ഓഫ് നേച്ചർ ആയിരുന്നു. പിന്നെ her name was Valli Ammai and everybody used to call her Valli. Her favorite pastime was standing in the front doorway of her house, watching what was happening in the street outside. You could have questions like what was Valli's favorite pastime. അതിൻ്റെ ആൻസർ എന്താ? ഷീ യൂസ് ടു ലവ് ടു വാച്ച് ഔട്ട്സൈഡ് ഫ്രം ദ ഡോർവേ. അവരുടെ വീട്ടിൻ്റെ കൊലായിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ വഴിയിൽ പോകുന്ന വണ്ടികളും ഒക്കെ ആ സ്ട്രീറ്റിൽ എന്താ നടക്കുന്നതൊക്കെ അവൾക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവളുടെ ഫേവറേറ്റ് പാസ്റ്റൈം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി എല്ലാം ഒബ്സർവ് ചെയ്യുന്നതായിരുന്നു. There were no playmates of her own age on her street. And this was about all she had to do. അപ്പോൾ why do you think Valli used to stand on the doorway? Because she did not have any friends. ഒരു പ്ലേമേറ്റ്സും ഇല്ല, ഒരു കൂടെ കളിക്കാനും കുട്ടികളില്ല, അവളെ വയസ്സുള്ള കുട്ടികളില്ല. അപ്പോൾ അവളുടെ ഫേവറേറ്റ് പാസ് ടൈം അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുന്നതായിരുന്നു. But for Valli, standing at the doorway was very bit as enjoyable as any of the elaborate games other children played. പക്ഷേ വള്ളിക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. വേറെ കുട്ടികൾ കളിക്കുന്ന വലിയ വലിയ ഗെയിംസ് കളിക്കുമ്പോൾ എത്ര ത്രില്ലും എൻജോയ്മെൻറ്റ് ഉണ്ടാവും, അതന്നെ അത്രയും ത്രില്ലും എൻജോയ്മെൻറ്റ് വള്ളിക്ക് ഇവിടെ ഡോർവേയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നു. വാച്ചിങ് ദ സ്ട്രീറ്റ് ഗേവ് ഹർ മെനി ന്യൂ അൺയൂഷ്വൽ എക്സ്പീരിയൻസസ്. അവൾക്കത് പുതിയ പുതിയ എക്സ്പീരിയൻസസും ഉണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയിട്ട്. The most fascinating thing of all was the bus that travelled between her village and the nearest town. ഇപ്പോൾ വള്ളി താമസിക്കുന്ന വില്ലേജിൻ്റെ അടുത്തേക്ക് ഒരു ടൗൺ ഉണ്ട്. അപ്പോൾ ആ വഴി കൂടി ആ ടൗണിലേക്ക് പോണ ബസ്, അതായിരുന്നു അവൾക്ക് ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളത്. ഇറ്റ് പാസ് ത്രൂ ഹർ സ്ട്രീറ്റ് ഈച്ച് അവർ, വൺസ് ഗോയിങ് ടു ദ ടൗൺ ആൻഡ് വൺസ് കമ്മിങ് ബാക്ക്. അപ്പോൾ അവളത് ഒബ്സർവ് ചെയ്യാൻ ഓരോ മണിക്കൂറിൽ ഈ ബസ് ഫസ്റ്റ് ടൗണിലേക്ക് പോവുകയാണ്, പിന്നെ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്, പിന്നെ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ മണിക്കൂറിൽ ബസ് ഫസ്റ്റ് പോവുകയാണ്, അടുത്ത മണിക്കൂറിൽ തിരിച്ച് വരികയാണ്, അങ്ങനെ നെക്സ്റ്റ് അവറിൽ പോവുകയാണ്. അങ്ങനെ ഷീ ഈസ് അമ്യൂസ്ഡ് ബൈ ഇറ്റ്. The sight of the bus filled each time with a new set of passengers was a source of unending joy for Valli. അപ്പോൾ ഓൾ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്? അവിടെ ഡോർവേയിൽ നിന്ന് ബസ് അവിടെ ഓളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഓളത് അതിൽ പാസഞ്ചേഴ്സിനെ വരെ ഓൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും പാസഞ്ചേഴ്സ് വേറെ വേറെ മാറി വരുന്നുണ്ട്, അതുവരെ ഓൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ന്യൂ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ്, ഫസ്റ്റ് പോകുന്ന ആൾക്കാരല്ലല്ലോ തിരിച്ച് വരുന്നത്, തിരിച്ച് വരുമ്പോൾ പുതിയ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ്, അവിടേക്ക് പോകുമ്പോൾ വേറെ സെറ്റ് ഓഫ് പാസഞ്ചേഴ്സ്. അങ്ങനെ ആ പാസഞ്ചേഴ്സിനെ കാണുന്നത് തന്നെ അവൾക്കൊരു അൺഎൻഡിങ് ജോയ് ആയിരുന്നു. Day after day she watched the bus and gradually a tiny wish crept into her head and grew there. She wanted to ride on that bus, even if just once. അപ്പോൾ എന്നും ആ ബസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മെല്ലെ മെല്ലെ ചെറുതായിട്ട് അവൾക്കൊരു പൂതി, ആ ബസ്സിൽ റൈഡ് ചെയ്യണം, ആ ബസ്സിൽ പോയി വരണം. ആ മെല്ലെ മെല്ലെ അവൾക്ക് ആ മനസ്സിൽ ആ പൂതി വന്ന് അറ്റ്ലീസ്റ്റ് വൺസ് ആ ബസ്സിലൊക്കെ റൈഡ് ചെയ്യണം. This wish became stronger and stronger until it was an overwhelming desire. ഇപ്പോൾ എന്നും അവൾ ഇങ്ങനെ തന്നെ ആലോചിച്ചോളെ ഹെഡിൽ ഈ ബസ്സിൽ പോകണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ആ വിഷ് വന്നൊരു ഡിസയറായി മാറി. നൗ ഷീ ഹാസ് ടു അക്കംപ്ലിഷ് ഇറ്റ്. അത് അവൾ സാധിച്ച് എടുക്കണം, ആ ബസ്സിലൊക്കെ ഒരു റൈഡ് പോകണം. Valli would stare wistfully at the people who got on or off the bus when it stopped at the street corner. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അത്രയും ലവിങ്ലി ഓൾ ഇങ്ങനെ നോക്കും. ദെയർ ഫേസസ് വുഡ് കിൻഡിൽ ഇൻ ഹർ ലോങ്കിങ്സ്, ഡ്രീംസ് ആൻഡ് ഹോപ്സ്. അപ്പോൾ ഒരു ചെറിയ തീനെ എങ്ങനെ നമ്മൾ കിൻഡിൽ ചെയ്ത് വലുതാക്കി മാറ്റും, അങ്ങനെ അവൾക്ക് ചെറിയൊരു ആശ ഉണ്ടായിരുന്നു മനസ്സിൽ, ആ ബസ്സിൽ കയറണം. അപ്പോൾ ഈ ആൾക്കാർ പോണ കണ്ടിട്ട് അവരെ കാണുമ്പോൾ അവളുടെ ആ ഡ്രീം ഇനിയും കുറച്ച് ലോങ്കിങ്ങും ഒരു ഹോപ്പായി മാറുകയാണ്, ഒരു ഡിസയറായി മാറുകയാണ്. If one of her friends happened to ride the bus and tried to describe the sights of the town to her, Valli would be too jealous to listen and would shout in English, "Proud, proud."
അപ്പോൾ ഇതിലെന്താ പറയുന്നത്, വള്ളി വന്ന് അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആ ബസ്സിൽ പോയി വന്നാൽ ഭയങ്കര പറയും, ഞാൻ അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് എന്നൊക്കെ ബടായി പറയുമല്ലോ. അപ്പോൾ വള്ളിക്ക് കുറച്ച് അസൂയാണ്. അപ്പോൾ ഓളെന്ന് പ്രൗഡ് എന്ന് അങ്ങനെ കളിയാക്കും. Neither she nor her friends really understood the meaning of the word, but they used it often as a slang expression of disapproval. അപ്പോൾ വള്ളിക്ക് ആക്ച്വലി പ്രൗഡിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും ഒരു ബടായി പറഞ്ഞാൽ ഇങ്ങനെ ആ അവസ്ഥയിൽ പറയേണ്ട ഒരു സ്ലാങ് വേർഡാണ്, ഇംഗ്ലീഷ് വേർഡാണെന്ന് ഉദ്ദേശിച്ചിട്ട് അവൾ എപ്പോഴും ഇങ്ങനെ അവളുടെ ഫ്രണ്ട്സ് ആ ടൂറിനെ പറ്റിയിട്ടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവൾ വേഗം അസൂയ കൂടിയിട്ട് പ്രൗഡ് എന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കും. Over many days and months, Valli listened carefully to conversations between her neighbors and people who regularly used the bus, and she also asked a few discreet questions here and there. അപ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നത്, അവൾ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്. അവളുടെ നെയ്ബേഴ്സൊക്കെ ആ ബസ്സിൽ പോയി വരുമ്പം അവരങ്ങനെ സംസാരിക്കുമല്ലോ, ബസ്സിൽ പോയി അവിടെ എത്തി, പിന്നെ ഇങ്ങനെ വന്ന്, അങ്ങനെ അവരുടെ സംസാരമൊക്കെ അവൾ ശ്രദ്ധിച്ച് കേൾക്കും. പിന്നെ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് ആ സംശയങ്ങളും അവൾ ചോദിക്കും. This way she picked up various small details about the bus journey. അപ്പോൾ ഇങ്ങനെ ഓൾക്ക് ആ ബസ് ജേർണീനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറ്റി. The town was 6 miles from her village. The fare was 30 paise one way, which is almost nothing at all, she heard one well-dressed man say. But to Valli, who scarcely saw that much money from one month to the next, it seemed a fortune. അപ്പോൾ അവൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എന്താണ്, ഈ വില്ലേജ് വന്ന് 6 miles ദൂരമാണ് ടൗണിൽ നിന്ന്. പിന്നെ ആരോ പറഞ്ഞ് ബസ് ഫെയർ വന്ന് 30 പൈസ ഉള്ളൂ എന്ന്. അപ്പോൾ ആരോ സംസാരിക്കുന്നത് കേട്ടിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താ, ഒരു വെൽ ഡ്രസ്ഡ് മാൻ മീൻസ് ഒരു വെൽതി മാൻ ആയിരിക്കും. ഇറ്റ് ഈസ് നത്തിങ് അറ്റ് ഓൾ, 30 പൈസയല്ലേ ഉള്ളൂ. പക്ഷെ വള്ളിക്ക് അതൊരു വലിയ എമൗണ്ട് തന്നെ ആയിരുന്നു. 30 പൈസ മീൻസ് ഇറ്റ് വാസ് ഹ്യൂജ് എമൗണ്ട് ഫോർ വള്ളി, ലൈക്ക് എ ഫോർച്യൂൺ. The trip to the town took 45 minutes. അത് ഓൾക്കറിയാം, ഇവിടുന്ന് ടൗണിലേക്ക് പോകാൻ 45 minutes. On reaching town, if she stayed in her seat and paid another 30 paise, she could return home on the same bus. ആ ഇൻഫർമേഷൻ ഓൾക്ക് കിട്ടി. ആ സീറ്റിൽ തന്നെ ഇരുന്നാൽ ആ ബസ്സിൽ തന്നെ തിരിച്ചും വരാം, ഒരു 30 പൈസ കൊടുക്കണമെന്നുള്ളൂ. This meant that she could take the 1 o'clock afternoon bus, reach the town at 1:45 and be back home by about 2:45. ഓക്കെ, അപ്പോൾ ഇത്രയും മോൾ കാൽക്കുലേഷൻ നടത്തി. അപ്പോൾ ഇവിടുന്ന് അവിടേക്ക് എത്താൻ 45 minutes. അപ്പോൾ 1 o'clock ഈ ബസ് ഓൾഡ് വില്ലേജിൽ എത്തുന്നത്. അപ്പോൾ ആ 1 o'clock ബസ്, ആഫ്റ്റർനൂൺ ടൈം 1 o'clock ബസ് എടുത്താൽ 1:45 അവിടെ എത്തും. പിന്നെ തിരിച്ച് വീട്ടിലെത്താൻ ചിലപ്പോൾ 1:45 അവിടെ നിന്ന് ബസ് 15 minutes അവിടെ ഹോൾട്ട് ചെയ്യിക്കും. 2 o'clock സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 2:45 ആകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലേക്ക് എത്തും. On and on went her thoughts as she calculated and recalculated, planned and replanned. അപ്പോൾ അവളുടെ മനസ്സിൽ ഇങ്ങനെ പ്ലാനിങ് നടക്കുകയാണ്. ഒക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത്, പിന്നെ ഓളെ കൊണ്ട് അത് പറ്റും, ഓൾക്കത് പോയി വരാൻ പറ്റും, അതൊക്കെ ടൈം വരെ ഓൾ മനസ്സിലിങ്ങനെ ഓർക്കണം, ഈ സമയത്ത് ഇങ്ങനെ പോയാൽ മതി, അത്രയും ഓൾ കാൽക്കുലേഷൻ ചെയ്യാണ്. Well, one fine spring day, the afternoon bus was just on the point of leaving the village and turning into the main highway when a small voice was heard shouting, "Stop the bus! Stop the bus!" And a tiny hand was raised commandingly. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് സീനാണ് കാണുന്നത്. 1 afternoon ആസ് യൂഷ്വൽ ആ ബസ് പോവുകയാണ്. ജസ്റ്റ് ഇറ്റ് വാസ് അബൌട്ട് ടു സ്റ്റാർട്ട്. ഹൈവേയിലേക്ക് തിരിഞ്ഞ് പോവാൻ നേരത്ത് ബാക്കിൽ നിന്ന് ഒരു സൗണ്ട് വരാണ്, സ്റ്റോപ്പ് ദ ബസ്, സ്റ്റോപ്പ് ദ ബസ്. ഒരു ചെറിയ കുട്ടീൻ്റെ സൗണ്ടാണ്. പക്ഷെ ആ കുട്ടി കൈ ഇങ്ങനെ ഉയർത്തി കമാൻഡ് ചെയ്യാണ്, സ്റ്റോപ്പ് ദ ബസ്. The bus slowed down to a crawl and the conductor, sticking his head out of the door, said, "Hurry then, tell whoever it is to come quickly." അപ്പോൾ ആ ബസ് മെല്ലെ, ഈ ബാക്കിൽ നിന്ന് സ്റ്റോപ്പ് ദ ബസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ബസ് മെല്ലെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ കണ്ടക്ടർ ജനൽ കൂടി പുറത്തേക്ക് പാളി നോക്കി പറയാണ്, ഹറി ദെൻ. ആ കുട്ടീനോട് വേഗം പറയാം. അപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് വരലുണ്ടാവില്ലല്ലോ, അപ്പോൾ കുട്ടീനോട് പറയാം, എൻ്റെ കൂടെ വേറെ ആരല്ല, വേഗം വരാൻ പറയുന്നു. "ഇറ്റ്സ് മീ," ഷൗട്ടഡ് വള്ളി. "ഐ ആം ദ വൺ ഹു ഹാസ് ടു ഗെറ്റ് ഓൺ." അപ്പോൾ വള്ളി പറയാം, ഞാനാണ് ബസ്സിൽ കയറേണ്ടത്. By now the bus had come to a stop and the conductor said, "Oh really? You don't say so." ബസ് അവിടെ സ്റ്റോപ്പായി. എന്നിട്ട് കണ്ടക്ടർ ഒക്കെ അതിശയായിപ്പോയി, ഒരു ചെറിയ കുട്ടിയാണോ? "Yes, I simply have to go to town," said Valli, still standing outside the bus, "and here's my money." She showed him some coins. അപ്പോൾ വള്ളി പറഞ്ഞ, എനിക്ക് എന്തോ ടൗൺ പോവാൻ ആവശ്യമുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ, എൻ്റെ അടുത്ത് പൈസയുണ്ട്.
Okay, but first you must get on the bus, said the conductor, and he stretched out a hand to help her up. അപ്പോൾ ഓൻ പറഞ്ഞു ആ ശരി ശരി എന്നാൽ കയറിക്കോ ബസ്സിൽ എന്ന് പറഞ്ഞിട്ട് ആ കൈ ഓൻ്റെ കൈ പുറത്തേക്കിട്ട് ഓളെ കയറ്റാൻ. നെവർ മൈൻഡ് ഷി സെഡ്, ഐ ക്യാൻ ഗെറ്റ് ഓൺ മൈ സെൽഫ്, യു ഡോണ്ട് ഹാവ് ടു ഹെൽപ്പ് മീ. അപ്പോൾ വള്ളി പറയാം ആ ഞാൻ ഒറ്റക്കൊക്കെ കയറും, എനിക്ക് ആരെ സഹായമൊന്നും വേണ്ട. The conductor was a jolly sort, fond of joking. Oh, please don't be angry with me, my fine madam, he said. Here, have a seat right up there in front. Everybody move aside, please. Make way for madam. അപ്പം കണ്ടക്ടർ വന്ന് കുറച്ച് ജോലി ടൈപ്പായിരുന്നു. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞല്ലോ ആ എനിക്ക് ഒറ്റയ്ക്ക് കയറാൻ പറ്റും. അപ്പം കണ്ടക്ടർ കുറച്ച് ബഹുമാനമായിട്ട് മാഡം എന്നൊക്കെ കളിയാക്കി വിളിക്കാൻ. ആ ശരി മാഡം കയറിക്കോളി, ആ മുന്നത്തെ സീറ്റിലിരുന്നോളി, എല്ലാവരും ഒന്ന് നീങ്ങിക്കൊടുത്താട്ടെ, മാഡം ഒന്ന് ഇരിക്കട്ടെ. It was the slack time of the day, and there were only 6 or 7 passengers on the bus. ഇപ്പോൾ സ്ലാക്ക് ടൈം മീൻസ് ആ ടൈം അത്ര റഷ് ആർ ഇല്ലാത്ത, പീക്ക് അവർ ഇല്ലാത്ത സമയം. അപ്പോൾ അത്ര റഷും ഇല്ല, അവിടെ 6 or 7 പാസഞ്ചേഴ്സും ഉള്ളൂ ബസ്സിൽ. ദേ വെർ ഓൾ ലുക്കിംഗ് അറ്റ് വള്ളി ആൻഡ് ലാഫിംഗ് വിത്ത് ദ കണ്ടക്ടർ. അപ്പോൾ എല്ലാവരും വള്ളീനെ നോക്കി ചിരിക്കുക, കണ്ടക്ടർ പറഞ്ഞ തമാശ മനസ്സിലാക്കി എല്ലാവരും ചിരിക്കുകയാണ്. വള്ളി വാസ് ഓവർകം വിത്ത് ഷൈനെസ്. അപ്പോൾ വള്ളിക്ക് ഭയങ്കര കുറവായിപ്പോയി. അവോയ്ഡിങ് എവ്രി വൺസ് ഐസ് ഷീ വാക്ക് ക്വിക്ക്ലി ടു എൻ എംപ്റ്റി സീറ്റ് ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ അവൾ വേഗം ഒരു കാലി സീറ്റ് കണ്ട് അതിലേക്ക് കയറി ഇരുന്നു. May we start now, madam? The conductor asked, smiling. Then he blew his whistle twice and the bus moved forward with a roar. അപ്പോൾ അവൻ ചോദിക്കാണ് മാഡംനോട്, ഇനി നമുക്ക് പോവാലോ. എന്നിട്ട് ഓൺ വിസിൽ ബ്ലോ ചെയ്ത് ആൻഡ് ബസ് സ്റ്റാർട്ടഡ് ഓഫ്. It was a new bus. Its outside painted a gleaming white with some green strips along the sides. Inside, the overhead bars shone like silver. Directly in front of Valli, above the windshield, there was a beautiful clock. The seats were soft and luxurious. ഇപ്പോൾ എത്ര ഒബ്സർവിങ് ആണല്ലേ വള്ളി, അത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ബസ്സിൻ്റെ കളർ, ഇൻസൈഡിൽ നിന്ന് എങ്ങനെയാണ്, ആ റോഡ്സൊക്കെ ന്യൂ ബസ്സാണ്, അപ്പോൾ അത്രയും ഒരു സിൽവർ മാതിരി ക്ലിയർ ആയിട്ടുണ്ട് റോഡ്സൊക്കെ. അപ്പോൾ വലിയ അത്രയും സീറ്റ്സിനെ പറ്റി ഒരു ക്ലോക്കും നോട്ട് ചെയ്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങൾ ബസ്സിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യാണ്. വള്ളി ഡിവോർഡ് എവറിത്തിങ് വിത്ത് ഹർ ഐസ്. അപ്പോൾ ഈ ഡിവോർഡ് വന്ന വേർഡ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യുക എന്തെങ്കിലും ഭക്ഷണം കാര്യം ഇങ്ങനെ മിഴിഞ്ഞിറക്കൂലേ, അതിനാണ് ഡിവോർ എന്നറിയാം. അപ്പോൾ വള്ളി ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഡിവോർ ചെയ്യാനൊക്കെ അതൊക്കെ കാണാൻ പൂതി ഇട്ടിട്ടാണുള്ള ആ ബസ് കയറിയത്. എന്നിട്ടൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഇങ്ങനെ മിഴുങ്ങാനൊക്കെ. But when she started to look outside, she found her view cut off by a canvas blind that covered the lower part of her window. അപ്പോൾ ഓൾ ഇതൊക്കെ ബസ്സിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ഇനി പുറത്തേക്ക് നോക്കിയപ്പം ആ ബസ്സിൻ്റെ വിൻഡോയിൽ ഒരു ചെറിയ ക്യാൻവാസ് ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഇരുന്നോടത്തുനിന്ന് പുറത്തേക്ക് കാണാൻ കഴിയണില്ല. സോ ഷി സ്റ്റുഡ് അപ്പ് ഓൺ ദ സീറ്റ് ആൻഡ് പിയേർഡ് ഓവർ ദ ബ്ലൈൻഡ്. അപ്പോൾ ഓൾ എന്തായി, ഓൾ ഹൈറ്റില്ലാഞ്ഞിട്ടാവില്ല, ആ ഹൈറ്റുള്ള ആളിരിക്കുകയാണെങ്കിൽ ആ മേലെ കൂടി കാണാമായിരുന്നു. ഓൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ആ ക്യാൻവാസ് ബ്ലൈൻഡ് അവിടെ ഉള്ളത് ഓൾക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൾ സീറ്റിൽ കയറി നിന്നിട്ടാണ് പുറത്ത് നോക്കാൻ തുടങ്ങിയത്. The bus was now going along the bank of a canal. The road was very narrow. അപ്പോൾ നോക്കുന്നത് ഒരു ചെറിയ കനാലിൻ്റെ വഴി കൂടി സൈഡിൽ കൂടിയാണ് ബസ് പോണത്. ഒരു വലിയ ചെറിയ നാരോ റോഡ് കൂടിയാണ് ബസ് പോണത്. On one side there was the canal and beyond it palm trees, grassland, distant mountains and the blue sky. അപ്പോൾ ഓൾ കാണുന്ന ബസ് പോണ വഴി മെലിഞ്ഞിട്ടൊരു വഴി, അതിൻ്റെ അടുത്ത് കൂടി ഒരു ചെറിയ കനാലാണ് പോണത്. അതിൻ്റെ കനാലിൻ്റെ അപ്പുറത്ത് ഗ്രാസ് ലാൻഡും പാം ട്രീസും പനമരങ്ങളും പുല്ലൊക്കെയാണ്. എന്നിട്ട് ബ്ലൂ സ്കൈ ആണ്, നല്ല സീനറിയാണ് ഓൾ കാണുന്നത്. On the other side was a deep ditch and then acres and acres of green fields, green as far as the eye could see. അപ്പോൾ അടുത്ത നെക്സ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, ഒരു കുഴി മാതിരി ഉണ്ട്, ഒരു ഡിച്ച് മാതിരി ഉണ്ട്. ആ ഡിച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് പച്ച ഫുൾ പച്ച. ഓ ഇറ്റ് വാസ് ഓൾ സോ വണ്ടർഫുൾ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആൻഡ് ഷീ വാസ് സോ പ്ലീസ്ഡ് ആൻഡ് ഷീ സേയിങ് ഓ ഇറ്റ് ഇസ് സോ വണ്ടർഫുൾ. സഡൻലി ഷീ വാസ് സ്റ്റാർട്ടിൽഡ് ബൈ എ വോയിസ്. ലിസൺ ചൈൽഡ്, സെഡ് ദ വോയിസ്, യു ഷുഡൻറ്റ് സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്, സിറ്റ് ഡൗൺ. അപ്പോൾ ഓൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ രസിക്കുമ്പം പെട്ടെന്നൊരു ശബ്ദം കേട്ട്. ആ ശബ്ദം എന്താ പറയുന്നത്, യു ഷുഡ് നോട്ട് സ്റ്റാൻഡ് ലൈക്ക് ദിസ്, സിറ്റ് ഡൗൺ. സിറ്റിംഗ് ഡൗൺ ഷി ലുക്ക് ടു സീ ഹൂ ഹാഡ് സ്പോക്കൻ. ഇറ്റ് വാസ് എൻ എൽഡർലി മാൻ ഹു ഹാഡ് ഓണസ്റ്റ്ലി ബീൻ കൺസേൺ ഫോർ ഹർ, ബട്ട് ഷീ വാസ് അനോയ്ഡ് ബൈ ഹിസ് അറ്റൻഷൻ. അപ്പോൾ ഓൾ ഇങ്ങനെ തിരിഞ്ഞ് ഇരിക്കുമ്പം നോക്കാൻ ആരാ ഇത് പറഞ്ഞ ആൾ. അപ്പോൾ ഒരു എൽഡർലി മാൻ, ഒരു വയസ്സായ ആളാണ്. കാര്യമായിട്ട് ഓള് വീഴ്ന്നു പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് അയാൾ പറയുന്നത്. പക്ഷെ അവൾക്കത് അത്ര രസിച്ചില്ല.
There's nobody here who's a child, she said haughtily. I have paid my 30 paise like everyone else. അപ്പോൾ ഓൾ അവിടെ ഇരുന്നിട്ട് പറയാണ്, ഇവിടെ ആരും ചൈൽഡ് ഒന്നുമല്ല കേട്ടോ, ഞാനും 30 പൈസ തന്നെ ടിക്കറ്റ് കൊടുത്ത്. The conductor chimed in. Oh, sir, but this is a very grown up madam. Do you think a mere girl could pay her own fare and travel to the city all alone? അപ്പോൾ ആ കണ്ടക്ടർ ഇവരുടെ വർത്തമാനം കേട്ട് ഇടയ്ക്ക് വന്ന് പറയാണ്, ആ സാർ അവൾ ചെറിയ കുട്ടിയൊന്നുമല്ല, അവൾ വലിയ മാഡമാണ്. ഇല്ലെങ്കിൽ ഇത്ര ചെറിയ കുട്ടികൾ ആരെങ്കിലും സ്വന്തം പൈസ കൊടുത്ത് ടിക്കറ്റും വാങ്ങി ടൗണിലേക്ക് പോവോ? Valli shot an angry glance at the conductor and said, I am not a madam. Please remember that. And you have not yet given me my ticket. അപ്പോൾ വള്ളി കണ്ടക്ടറിന് പറയാം, ഞാനൊരു മാഡം ഒന്നുമല്ല, ആൻഡ് നീ എൻ്റെ ടിക്കറ്റ് ഞാൻ തന്നിട്ടില്ല. I'll remember, the conductor said, mimicking her tone. Everyone laughed and gradually Valli too joined in the laughter. അപ്പോൾ വള്ളി പറഞ്ഞല്ലോ, ആൻഡ് യു റിമെമ്പർ, നീ ഓർത്തോട്ടോ, എനിക്ക് എൻ്റെ ടിക്കറ്റ് ഞാൻ തന്നിട്ടില്ല. അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ആ ശരി ഞാൻ ഓർത്തോളാം കേട്ടോ. അപ്പോൾ ആ വർത്തമാനം കേട്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അത് കേട്ട് വള്ളിയും കൂടെ ചിരിക്കാൻ തുടങ്ങി. The conductor punched a ticket and handed it to her. Just sit back and make yourself comfortable. Why should you stand when you have paid for a seat? അപ്പോൾ ആ കണ്ടക്ടർ ഓളോട് പറയാണ്, ആ ശരി ഇതാ ടിക്കറ്റ് ഇതാ, നീ നല്ല ഇരുന്നോട്, എനിക്ക് നീ ടിക്കറ്റിന് വേണ്ടി സീറ്റിന് വേണ്ടി പേ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് ഇരുന്ന് പോയിക്കൂടെ? വൈ ആർ യു സ്റ്റാൻഡിങ്? ബിക്കോസ് ഐ വോണ്ട് ടു, ഷീ ആൻസേർഡ്, സ്റ്റാൻഡിങ് അപ്പ് അഗൈൻ. അപ്പോൾ ഓൾ പറഞ്ഞ്, ഐ എം സ്റ്റാൻഡിങ് ബിക്കോസ് ഐ വോണ്ട് ടു. അങ്ങനെ പറഞ്ഞ് അവൾ പിന്നെ സ്റ്റാൻഡ് ചെയ്ത്. But if you stand on the seat, you may fall and hurt yourself when the bus makes a sharp turn or hits a bump. That's why we want you to sit down, child. അപ്പോൾ അവളോട് പറയാണ് കണ്ടക്ടർ, അല്ല ഈ ബസ് ഇങ്ങനെ ടേൺ അടിക്കുമ്പം ഇല്ലെങ്കിൽ ഒരു ബമ്പിനൊക്കെ ക്രോസ് ചെയ്യുമ്പം നീ വീഴാൻ സാധ്യത ഉണ്ട് നിന്നാൽ, അതുകൊണ്ടാണ് എന്നോട് ഇരിക്കാൻ പറയുന്നത്. I am not a child, I tell you, she said irritably. I am 8 years old. അപ്പോൾ വല്ലിനോട് പിന്നെയും ചൈൽഡ് എന്ന് പറഞ്ഞപ്പോൾ തീരെ ഒക്കെ പറ്റിയില്ല. അവൾ പറഞ്ഞു, ഞാൻ കുട്ടിയൊന്നുമല്ല, എനിക്ക് 8 വയസ്സായിന്ന്. Of course, how stupid of me, 8 years, my. അപ്പോൾ ഓക്കെ ശരി 8 വയസ്സായില്ലേ, ശരി. The bus stopped. Some new passengers got on, and the conductor got busy for a time. Afraid of losing her seat, finally Valli sat down. അപ്പോൾ ബസ് കുറച്ച് നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ പുതിയ പാസഞ്ചേഴ്സൊക്കെ കയറി. അപ്പോൾ കണ്ടക്ടർ അവരുടെ അടുത്ത് ടിക്കറ്റ് വാങ്ങാൻ നീങ്ങി. അപ്പോൾ അവളുടെ സീറ്റ് പോവോ എന്നുള്ള പേടിയായിട്ട് വള്ളി പിന്നെയും സീറ്റിലിരുന്ന്. An elderly old woman came and sat beside her. Are you all alone, dear? She asked Valli as the bus started again. അപ്പോൾ ഒരു വയസ്സായ സ്ത്രീയാണ് വള്ളീൻ്റെ അടുത്ത് വന്നിരുന്നത്. എന്നിട്ട് വള്ളീനോട് ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണോ? Valli found the woman absolutely repulsive. Such big holes she had in her earlobes and such ugly earrings in them. അപ്പോൾ ആ വയസ്സായ സ്ത്രീനെ കണ്ടിട്ട് വള്ളിക്ക് അത്ര ഇഷ്ടമായില്ല. ആ സ്ത്രീൻ്റെ ചെവിയിൽ വലിയ കമ്മലിടാനുള്ള ഓട്ടം, എത്ര വലിയ ഓട്ടം, എന്നിട്ട് ഒരു അഗ്ലി ഇയറിങ്ങും ആണ് ഇട്ട്. അപ്പോൾ വള്ളിക്ക് അവളെ കണ്ടപ്പോൾ തന്നെ അപ്പിയറൻസ് അത്ര ഇഷ്ടമായില്ല. And she could smell the betel nut the woman was chewing and see the betel juice that was threatening to spill over her lips at any moment. Ugh. And that lady was chewing betel nut. Betel nut എന്താണ്? അടക്ക. അപ്പോൾ അടക്ക ഇങ്ങനെ ചൂ ചെയ്യുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഓൾ വർത്താനം പറയുമ്പോൾ ഓളെ അടക്ക ചൂ ചെയ്ത ജ്യൂസ് പുറത്തേക്ക് ഇങ്ങനെ വികാൻ പോണ മാതിരി. അതൊക്കെ കണ്ടിട്ട് വള്ളിക്ക് തീരെ പറ്റിയില്ല. Who could be sociable with such a person? അപ്പോൾ ഇങ്ങനെ ആലോചിക്കാൻ, ആരാണ് ഇങ്ങനത്തെ ആളെ കൂടെ ഇങ്ങനെ സോഷ്യബിൾ എല്ലാം മിണ്ടിയും പറഞ്ഞിട്ടൊക്കെ നിൽക്കാൻ പറ്റും? യെസ്, ഐ എം ട്രാവലിംഗ് അലോൺ, ഷി ആൻസർഡ് കേർട്ട്ലി, ആൻഡ് ഐ ഹാവ് ഗോട്ട് എ ടിക്കറ്റ് ടു. അപ്പോൾ അങ്ങനെ കേർട്ട്ലി പറഞ്ഞു, ഒരു ഇഷ്ടക്കേടോടെ പറഞ്ഞു, യെസ് ഐ എം ട്രാവലിംഗ് അലോൺ, എനിക്ക് ടിക്കറ്റും ഉണ്ട്. യെസ്, ഷീ ഈസ് ഓൺ ഹർ വേ ടു ടൗൺ, സെഡ് ദ കണ്ടക്ടർ വിത്ത് എ 30 പൈസ ടിക്കറ്റ്. അപ്പോൾ കണ്ടക്ടർ പിന്നെയും ഇടയിൽ വന്ന് പറഞ്ഞ്, ഓൾ ഇപ്പോൾ ടൗണിലേക്ക് പോകാൻ ഓളെ കയ്യിൽ ഒരു 30 പൈസേൻ്റെ ടിക്കറ്റും ഉണ്ട് എന്ന്. Oh, why don't you mind your own business, said Valli. But she laughed all the same and the conductor laughed too. അപ്പോൾ വള്ളി പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കിക്കൂടെ എന്ന്. പക്ഷെ അത് പറഞ്ഞിട്ട് ഓൾക്കും ചിരി വന്ന് കണ്ടക്ടർക്കും ചിരി വന്ന്. ബട്ട് ദ ഓൾഡ് വുമൻ വെൻറ്റ് ഓൺ വിത്ത് ഹർ ഡ്രിവൽ. ഡ്രിവലിൻ്റെ അർത്ഥം ഒരു സില്ലി നോൺസെൻസ്. Is it proper for such a young person to travel alone? Do you know exactly where you're going in town? What's the street? What's the house number? അപ്പോൾ ഇങ്ങനെ ചോദിക്കണേ, ചെറിയ കുട്ടി ഇങ്ങനെ പോണത് ശരിയാണോ? എനിക്ക് അറിയാം എവിടേക്കാണ് പോകേണ്ടി, ഏത് സ്ട്രീറ്റിലാണ് പോകണേ, ഏത് വീട്ടിലേക്കാണ് പോകണേ, അങ്ങനെ ഷീ ഈസ് ആസ്കിങ്.
You needn't bother about me. I can take care of myself, Valli said, turning her face towards the window and staring out. അപ്പോൾ വള്ളി പറയും നീ എൻ്റെ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ അറിയാം. എന്നിട്ട് വള്ളി ഈസ് ലുക്കിംഗ് ഔട്ട് സൈഡ് ആൻഡ് സ്റ്റാരിങ് ഔട്ട്. Her first journey. What careful, painstaking, elaborate plans she had to make for it. She had thriftily saved whatever stray coins came her way, resisting every temptation to buy peppermints, toys, balloons, and the like. And finally, she had saved a total of 60 paise. How difficult it had been, particularly that day at the village fair. She had resolutely stifled a strong desire to ride the merry-go-round, even though she had the money. അപ്പോൾ ഇതിൽ വി ആർ കമ്മിങ് ബാക്ക് ടു ദാറ്റ് പോയിന്റ്, ഹൗ ഷി ഹാഡ് പ്ലാൻഡ്. ഇപ്പോൾ വള്ളിക്ക് ഇങ്ങനെ ഭയങ്കര ഡിസയർ ഉണ്ടായിരുന്നു ഇങ്ങനെ ബസ്സിൽ റൈഡ് ചെയ്യാം. അപ്പോൾ ആ 30 പൈസ പ്ലസ് 30 പൈസ 60 പൈസ അവൾക്ക് വേണം. അപ്പോൾ ആ 60 പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രയും കിട്ടുന്ന പൈസ ഒക്കെ സേമിച്ച് അവൾക്ക് ചിലവാക്കാതെ അവൾ പെപ്പർമിൻസോ ബലൂണോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ സേമിച്ച് ഉണ്ടാക്കിയ പൈസ ആയിരുന്നു ആ 60 പൈസ. അപ്പോൾ അതിൽ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യം, അവളുടെ വില്ലേജിൽ ഒരു ഫെയർ ഉണ്ടായിരുന്നു, ഒരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു മെരിഗോ റൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ആ മെരിഗോ റൗണ്ട് ആ ഗെയിമിൽ കയറാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ല പൂതിയുണ്ട്. പക്ഷെ ആ പൈസ നഷ്ടപ്പെടുത്താതെക്കാൻ വേണ്ടിയിട്ട് അവൾ അത്രയും മെനക്കെട്ട് ഡിസയറിനെ ഇല്ലാതാക്കി, ബിക്കോസ് ഷി വാണ്ടഡ് ടു സേവ് ദ മണി. After she had enough money saved, her next problem was how to slip out of the house without her mother's knowledge. അപ്പോൾ അവളുടെ പ്ലാനിങ്ങിൽ ഫസ്റ്റ് പൈസ ഒക്കെ എങ്ങനെയൊക്കെ സേവ് ചെയ്ത്, ഇനി നെക്സ്റ്റ് അവൾ അമ്മനോട് പറയാതാണ് പോണേ. അപ്പോൾ അമ്മ അറിയാതെ അവൾ എങ്ങനെ ഇറങ്ങുമെന്നായിരുന്നു നെക്സ്റ്റ് പ്രോബ്ലം. ബട്ട് ഷി മാനേജ് ദിസ് ടു വിത്തൗട്ട് ടു മച്ച് ഡിഫിക്കൽട്ടി. ഇത് അവൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റി. എവറി ഡേ ആഫ്റ്റർ ലഞ്ച് her mother would nap for about 1 to 4 or so. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ശേഷം 1 മണി മുതൽ 4 മണി വരെ ഒക്കെ അവളുടെ അമ്മ കിടക്കാറുണ്ട്. Valli always used these hours for her excursions as she stood looking from the doorway of her house. അപ്പോൾ ഈ സമയമാണ് വള്ളി ഡോർവേയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയം. അപ്പോൾ അവൾക്ക് അറിയാം ഈ സമയത്ത് അമ്മ ഉറങ്ങാണ്. അപ്പോൾ അവളുടെ പുറത്ത് പോകുന്ന പരിപാടിയൊക്കെ ഈ സമയത്ത് നടത്താൻ പറ്റും. Or sometimes even ventured out into the village. Today, these same hours could be used for her first excursion outside the village. അപ്പോൾ ഈ സമയത്ത് അമ്മ ഉറങ്ങുന്ന സമയത്താണ് ഓൾ വില്ലേജിലേക്കൊക്കെ ഇറങ്ങി പോവലൊക്കെ ഉണ്ട്, അമ്മ അറിയാതെ അങ്ങനെ പോവലൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ ആലോചിക്കാൻ ഈ സമയം ബെസ്റ്റായിരിക്കും, നമുക്ക് ടൗണിൽ പോയി വരാനും ഈ സമയം തന്നെ മതി. The bus rolled on now, cutting across a bare landscape, now rushing through a tiny hamlet or past an odd wayside shop. ഇപ്പോൾ ബസ് ഇങ്ങനെ ഇപ്പോൾ പിന്നെയും നമ്മൾ ബസ്സിലേക്ക് എത്തി. വള്ളി എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തൊക്കെ നമുക്കൊരു ഹിൻറ്റ് കിട്ടി. ഇനി അഗെയിൻ ഷീ ഈസ് സ്റ്റിൽ ഓൺ ദ ബസ്. ബസ് പോകുന്ന വഴി ആദ്യം ഇങ്ങനെ പച്ച ബ്ലൂ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ ഒരു ബാരൻ ലാൻഡാണ്. ഒരു വേസൈഡ് വർക്ക്ഷോപ്പൊക്കെ ഒരു വേസൈഡ് ഷോപ്പൊക്കെ ഉണ്ട്. ആ വഴി കൂടിയാണ് ബസ് പോകുന്നത്. Sometimes the bus seemed on the point of gobbling up another vehicle that was coming towards them, or a pedestrian crossing the road. അപ്പോൾ ഇവൾ ഇങ്ങനെ നോക്കുമ്പം മുന്നിൽ നിന്ന് വരുന്ന വണ്ടീൻ്റെ മേലേക്ക് പോയി ഇടിക്കാൻ പോണ മാതിരി തോന്നുന്നു ബസ്, ഇല്ലെങ്കിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുടെ മേലെ കൂടി പോകുന്നു തോന്നുന്നു, അത്രയും സ്പീഡിലാണ് ബസ് പോകുന്നത്. ബട്ട് ലോ, somehow it passed on smoothly, leaving all obstacles safely behind. ബട്ട് ദെൻ ആ ബസ് ശരിക്കും സ്മൂത്ത്ലി തന്നെ പോവും, എല്ലാ തടസ്സങ്ങളും നേരിട്ട് മുന്നോട്ട് സ്മൂത്ത്ലി പോകുന്നുണ്ട്. Trees came running towards them, but then stopped as the bus reached them and simply stood there helpless for a moment by the side of the road before rushing away in the other direction. അപ്പോൾ ഓൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പോകുമ്പം ദൂരത്തുള്ള ട്രീസൊക്കെ നമ്മൾ അടുത്തേക്ക് എത്തുന്ന മാതിരി തോന്നും. പിന്നെ നമ്മളടുത്ത് എത്തുമ്പോൾ അവളങ്ങനെ ഒന്നും വിത്തൗട്ട് എനി മൂവ്മെൻറ്റ് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുന്ന പോലെ. പിന്നെ ബസ് മുന്നോട്ട് പോകുമ്പോൾ ഈ ട്രീസൊക്കെ ബാക്കോട്ട് പോകുന്ന മാതിരി തോന്നും. അപ്പോൾ അതാണ് ഓൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ട്രീസ് വന്ന് ഫസ്റ്റ് റഷിങ് ടുവേർഡ്സ് ഹർ ആണ് കണ്ടത്, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്ഡ് ആൻഡ് നോട്ട് ഡൂയിങ് എനിത്തിങ്, സ്റ്റാൻഡിങ് ഹെൽപ്ലെസ്ലി. പിന്നെ ബസ് ഇനിയും മുന്നോട്ട് പോയപ്പോൾ എന്താണ് അതേ ട്രീസ് ബാക്കോട്ട് പോകുന്ന മാതിരി അവൾക്ക് കാണുന്നുണ്ട്. അതൊക്കെ അവൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് രസിക്കാൻ. സഡൻലി വള്ളി ക്ലാപ്ഡ് ഹർ ഹാൻഡ് വിത്ത് ഗ്ലീ. ഇപ്പോൾ സഡൻലി ഇതൊക്കെ കണ്ടിട്ട് വള്ളി പെട്ടെന്നുകൊണ്ട് കൈ ഇങ്ങനെ അടിച്ചു പോയി, ക്ലാപ്പ് ചെയ്തു പോയി. A young cow, tail high in the air, was running very fast, right in the middle of the road, right in front of the bus. അപ്പോൾ കണ്ട കാഴ്ച എന്താണ്, ഒരു ചെറിയ കൗവാണ്. ആ കൗവ് ഇങ്ങനെ വാലും പൊന്തിച്ച് ഓടാണ്, ഫുൾ സ്പീഡ് ഓടാണ്, റോഡിൻ്റെ റോട്ടിൽ കൂടി ഓടാണ്, ബസ്സിൻ്റെ മുന്നിൽ തന്നെയാണ് ഓടുന്നത്.
The bus slowed to a crawl and the driver sounded his horn loudly again and again. അപ്പോൾ ഈ കൗവിനടിക്കാതെക്കാൻ എന്തായി ബസ് സ്ലോ ആയിട്ട് പിന്നെയും ഹോണിനെ ലൗഡ്ലി ബ്ലോ ചെയ്യാൻ ആനിമലിനെ പേടിപ്പിച്ച് പായിപ്പിക്കാൻ. But the more he honked, the more frightened the animal became and the faster it galloped, always right in front of the bus. ഇപ്പോൾ എത്രാണ് ആ ബസ് ഡ്രൈവർ ഹോങ്ക് ചെയ്യുന്ന അത്രയും വേഗം ആ കൗവ് പേടിച്ചിട്ട് പിന്നെയും ഓടുകയാണ്. ആ പേടിച്ചിട്ട് പിന്നെയും ബസ്സിൻ്റെ മുന്നിൽ കൂടി തന്നെ ഓടുകയാണ്. Somehow this was very funny for Valli. She laughed and laughed until there were tears in her eyes. ഇതൊക്കെ കണ്ടപ്പോൾ വല്ലിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. She started laughing and she laughed so much that she had tears in her eyes. Hey lady, haven't you laughed enough? Called the conductor. Better save some for tomorrow. അപ്പോൾ കണ്ടക്ടർ ഓളെ വിളിച്ച് പറയാനേ, ഏയ് ലേഡി ഇന്നത്തെ ചിരി പോരെ, ഇനി ബാക്കി നാളത്തേക്ക് ബാക്കി വെക്ക് ചിരി. At last the cow moved off the road. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആ കൗ റോഡിൽ നിന്ന് വിട്ടുപോയി. ആൻഡ് സൂൺ ദ ബസ് കെയിം ടു എ റെയിൽ റോഡ് ക്രോസിംഗ്. പിന്നെ ബസ് എത്തിപ്പെട്ടത് ഒരു റെയിൽ റോഡ് ക്രോസിങ്ങിലാണ്. എ സ്പെക്ക് ഓഫ് എ ട്രെയിൻ കുഡ് ബി സീൻ ഇൻ ദ ഡിസ്റ്റൻസ്, ഗ്രോയിങ് ബിഗർ ആൻഡ് ആസ് ഇറ്റ് ഡ്രൂ നിയർ. അപ്പോൾ ദൂരത്തുനിന്ന് വരുന്ന ട്രെയിൻ കാണുന്നുണ്ട്. സ്മോൾ സ്പെക്ക്, ഒരു ഡോട്ടായിട്ട് ആ ദൂരത്തുനിന്ന് കാണുന്ന ട്രെയിൻ അത് അടുത്തേക്ക് വരുമ്പോൾ ഇനി വലുതായി വരുന്നുണ്ട്. Then it rushed past the crossing gate with a tremendous roar and rattle, shaking the bus. പിന്നെ പെട്ടെന്ന് അത്ര സ്പീഡിൽ നിന്ന് ആ ട്രെയിൻ ഓരോ മുന്നിൽ കൂടി ക്രോസ് ചെയ്ത് പാസ് ദ ട്രെയിൻ സ്റ്റേഷൻ. അതിൻ്റെ ശേഷം ട്രെയിൻ പോയതിൻ്റെ ശേഷം ബസ് പിന്നെയും സ്റ്റാർട്ടഡ് ഓഫ് ആൻഡ് ഇറ്റ് ക്രോസ് ദ ട്രെയിൻ സ്റ്റേഷൻ. From there it traversed a busy, well laid out shopping street. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ട് ബസ് പോയത് ഒരു ബിസി ഏരിയയിലേക്ക്, ഒരു നല്ല ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. And turning entered a wider thoroughfare. Such big bright looking shops, what glittering displays of cloths and other merchandise, such big crowds. അപ്പം വല്ലി കണ്ടത് ഇത്ര വലിയ ഷോപ്പിംഗ് സെൻറ്ററും അത്ര വലിയ ക്ലോത്ത് മാർക്കറ്റും നല്ല ഡിസ്പ്ലേയിൽ വെച്ച തുണികളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ടൗൺ എത്തിയെന്നർത്ഥം. Struck dumb with wonder, വല്ലി gaped at everything. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വല്ലി വന്ന് വായ തുറന്നിങ്ങനെ നോക്കി നിന്നുപോയി. Then the bus stopped and everyone got off except Valli. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി, വല്ലി ഇറങ്ങിയിട്ടില്ല. Hey lady, said the conductor, aren't you ready to get off? This is as far as your 30 paise takes you. അപ്പോൾ ആ കണ്ടക്ടറോട് ചോദിക്കുകയാണ്, നീ ഇറങ്ങുന്നില്ലേ, എത്ര ദൂരമുള്ളൂ കേട്ടോ 30 പൈസയിൽ പോകാൻ പറ്റുക? No, Valli said, I am going back on the same bus. She took another 30 paise from her pocket and handed the coins to the conductor. അപ്പോൾ വല്ലി പറഞ്ഞത് എന്താ, ഇല്ല ഞാൻ ഇറങ്ങണില്ല, ഞാൻ ഈ ബസ്സിൽ തന്നെ തിരിച്ചു പോവാണ് പറഞ്ഞിട്ട് ഇനിയൊരു 30 പൈസ ഓളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കണ്ടക്ടറിന് കൊടുത്തു. വൈ ഇസ് സംതിങ് ദ മാറ്റർ? അപ്പോൾ കണ്ടക്ടർക്ക് ഒരു മനസ്സിലായില്ല, എന്താ പ്രശ്നം? നോ, നത്തിങ്സ് ദ മാറ്റർ, ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഹാവിങ് എ ബസ് റൈഡ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ പറഞ്ഞു, നത്തിങ്, നോ മാറ്റർ, എനിക്കൊരു ബസ് റൈഡ് ആവശ്യമായിരുന്നു, അത് ഞാൻ ചെയ്യാൻ. Don't you want to have a look at the sights now that you're here? അപ്പോൾ കണ്ടക്ടർ ചോദിക്കാം, ശരി ബസ് റൈഡ് ആവശ്യമാണ്, പക്ഷെ ഇവിടെ എത്തിയിട്ട് ഇവിടെ നോക്കിയിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങി നോക്കാനൊന്നും പൂതിയാവില്ലേ? ഓൾ ബൈ മൈസെൽഫ്? ഓഹ്, ഐ ഡിഡ് ബി മച്ച് ടു അഫ്രൈഡ്. അപ്പോൾ പറയാം, ഞാൻ ഒറ്റക്കോ ഒക്കെ ഇറങ്ങി കാണേ, അതെനിക്ക് വല്ല പേടിയുള്ള കാര്യമാണ്. ഗ്രേറ്റ്ലി അമ്യൂസ്ഡ് ബൈ ദ ഗേൾസ് വേ ഓഫ് സ്പീക്കിംഗ്, ദ കണ്ടക്ടർ സെഡ്, ബട്ട് യു വെറൻറ്റ് അഫ്രൈഡ് ടു കം ഇൻ ദ ബസ്. അപ്പോൾ കണ്ടക്ടർ ചോദിക്കാനേ, പക്ഷെ നീ ബസ്സിൽ കയറാൻ എനിക്കൊരു പേടിയൊന്നും ഇല്ലല്ലോ. നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ് അബൌട്ട് ദാറ്റ്, ഷീ ആൻസേർഡ്. പക്ഷെ ആ ബസ്സിൽ വരുന്നതിന് എന്താ പേടിക്കാനല്ലേ? വെൽ ദെൻ വൈ നോട്ട് ഗോ ടു ദാറ്റ് സ്റ്റോൾ ഓവർ ദെയർ ആൻഡ് ഹാവ് സംതിങ് ടു ഡ്രിങ്ക്? നത്തിങ് ടു ബി അഫ്രൈഡ് അബൌട്ട് ദാറ്റ് ഈദർ. അപ്പോൾ ഓൻ പറയാം, എന്നാൽ ശരി വാ, ആ സ്റ്റോളിലേക്ക് പോയി എന്തെങ്കിലും കുടിക്കാൻ ഞാൻ വാങ്ങിത്തരാം, അതിനൊന്നും പേടിക്കാനൊന്നുമില്ലല്ലോ. ഓഹ് നോ, ഐ കുഡൻ ഡു ദാറ്റ്. അപ്പോൾ പറയില്ല, ഞാനത് ചെയ്യില്ല. വെൽ ദെൻ ലെറ്റ് മീ ബ്രിങ് യു എ കോൾഡ് ഡ്രിങ്ക്. അപ്പോൾ ഓൻ പറയാം, എന്നാൽ ശരി നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി എനിക്കൊരു കോൾഡ് ഡ്രിങ്ക് വാങ്ങി തരട്ടെ. വോണ്ട് യുവർ മദർ ബി ലുക്കിംഗ് ഫോർ യു? ദ കണ്ടക്ടർ ആസ്ക്ഡ് വെൻ ഹി ഗേവ് ദ ഗേൾ ഹർ ടിക്കറ്റ്. അപ്പോൾ നെക്സ്റ്റ് സീൻ നോക്കുകയാണ്. അപ്പോൾ കണ്ടക്ടർ ഓൾക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് പറയാണ്, എൻ്റെ മദർ എന്നെ നോക്കൂലേ? നോ വൺ വിൽ ബി ലുക്കിംഗ് ഫോർ മീ, ഷി സെഡ്. അപ്പോൾ പറയില്ല, എന്നെ ആരും കാത്തിക്കാൻ പോണില്ല. The bus started and again there were the same wonderful sights. അപ്പോൾ പിന്നെയും ബസ് സ്റ്റാർട്ടായി, ഫുൾ സെയിം സൈറ്റ്സ് ആണ് വല്ലിക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയത് എന്താ, വല്ലിക്ക് ആ കണ്ടക്ടർ ഓഫർ ചെയ്തതൊന്നും വല്ലി വേണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ,
Wally wasn't bored in the slightest and greeted everything with the same excitement she did felt the first time. ഇപ്പോൾ വള്ളിക്ക് തീരെ ബോറില്ല. അവൾ തിരിച്ചു പോകുമ്പോഴും അത്രയും സെയിം എക്സൈറ്റ്മെൻ്റ് ആണ് അവളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ. ഫസ്റ്റ് ടൈം എത്ര ഉണ്ടായിരുന്നു അത്ര സെയിം ആണ് അവൾക്ക് ഇപ്പോഴും ഉള്ളത്. But suddenly she saw a young cow lying dead by the roadside, just where it had been struck by some fast moving vehicle. അപ്പോൾ പക്ഷെ അവൾ ഇങ്ങനെയെല്ലാം ഹാപ്പി ആയിട്ട് നോക്കി വരുമ്പം സഡൻലി അവൾ കണ്ടത് എന്താണ്, ആ ഒരു കൗവ്, ചെറിയ കൗവ് ചത്ത് കിടക്കുകയാണ് റോഡ് സൈഡിൽ. ഏതോ ഒരു വെഹിക്കിൾ വന്ന് അതിനെ ഇടിച്ച് പോയിട്ടുണ്ട്. Isn't that the same cow that ran in front of the bus on our trip to town? She asked the conductor. അപ്പോൾ കണ്ടക്ടറിനോട് ചോദിക്കുക, ഇത് ആ കൗ തന്നെയല്ലേ നമ്മൾ വരുമ്പം കണ്ടത്? The conductor nodded and she was overcome with sadness. അപ്പോൾ കണ്ടക്ടർ യെസ് എന്ന് തല ആട്ടി പറഞ്ഞു. അപ്പോൾ അവൾക്കത് കേട്ടപ്പം ഭയങ്കര സാഡ്നെസ് ആയിപ്പോയി. What had been a lovable, beautiful creature just a little while ago had now suddenly lost its charm and its life and looked so horrible, so frightening as it lay there, legs spread-eagled, a fixed stare in its lifeless eyes, blood all over. അപ്പോൾ വലിയ ആലോചിക്കുകയാണ്, കുറച്ച് നേരം മുന്നേ കണ്ട എത്രയോ ക്യൂട്ടായിട്ടുള്ള, എത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കൗവായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുക, ഒരു ഷീ ഈസ് ഡിസ്ക്രൈബിങ് ദ ഡെഡ് കൗ നൗ, ഹൗ ഹോറിബിൾ ഇറ്റ് ഈസ് ലുക്കിംഗ്, ജസ്റ്റ് എ സ്റ്റെയർ ഇൻ ഇറ്റ്സ് ഐസ്, ദ ലെഗ്സ് ആർ സ്പ്രെഡ് ഔട്ട് ആൻഡ് ബ്ലഡ് ഓൾ ഓവർ. The bus moved on. The memory of the dead cow haunted her, dampening her enthusiasm. അപ്പോൾ ആ ഡെഡ് കൗ അവളെ മനസ്സിൽ മാറുന്നില്ല. അവൾ ബസ് തിരിച്ച് പുറപ്പെട്ടിട്ട്, പക്ഷെ അവൾ ഇപ്പോഴും സാഡാണ് ഫീൽ ചെയ്യുന്നത്. അവളുടെ എന്തൂസിയാസം ഒക്കെ മാഞ്ഞു പോയ മാതിരി. ഷീ നോ ലോnger wanted to look out of the window. അപ്പോൾ അവൾക്ക് വിൻഡോൻ്റെ പുറത്ത് നോക്കാൻ ഒരു പൂതിയുമില്ല. She sat thus, glued to her seat, until the bus reached her village at 3:40. അപ്പോൾ ഓൾ അങ്ങനെ സീറ്റ് നൽകാതെ അവിടെ തന്നെ ഇരുന്ന്. ഷി സ്റ്റുഡ് അപ്പ് ആൻഡ് സ്ട്രെച്ച്ഡ് ഹെർസെൽഫ്. ദെൻ ഷി ടേൺ ടു ദ കണ്ടക്ടർ ആൻഡ് സെഡ്, വെൽ സർ, ഐ ഹോപ്പ് ടു സീ യു അഗൈൻ. അപ്പോൾ ഓൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ നീച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ആൻഡ് ഷി ടോൾഡ് ദ കണ്ടക്ടർ, ഓക്കെ സർ, ഐ ഹോപ്പ് ടു സീ യു അഗൈൻ. Okay, madam, he answered her, smiling. Whenever you feel like a bus ride, come and join us. And don't forget to bring your fare. അപ്പോൾ കണ്ടക്ടർ ഓളോട് പറയാണ്, വെനെവർ എനിക്ക് ബസ്സിൽ പോകാൻ പൂതിയുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജോയിൻ അസ്, പക്ഷേ പൈസ കൊണ്ടുവരാൻ മറക്കരുത്. She laughed and jumped down from the bus. Then away she went, running straight to home. അപ്പോൾ ഓൾ അത് കേട്ട് ചിരിച്ച് ബസ്സിൽ നിന്ന് ചാടി ചിരിച്ചിക്കാണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി വേഗം ഓളെ വീട്ടിലേക്ക് ഓടിപ്പോയി. When she entered her house, she found her mother awake and talking to one of Wally's aunts, the one from South Street. അപ്പോൾ ഓൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ മോൾ കണ്ടത് എന്താ, അമ്മ അവളുടെ അമ്മ ആൻറ്റിനോട് സംസാരിക്കുകയാണ്. ആ സൗത്ത് സ്ട്രീറ്റിൽ താമസിക്കുന്ന ആൻറ്റിനോടാണ് സംസാരിക്കുന്നത്. ദിസ് ആൻറ്റ് വാസ് എ റിയൽ ചാറ്റർ ബോക്സ്, നെവർ ക്ലോസിങ് ഹർ മൗത്ത് വൺസ് ഷീ സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അപ്പോൾ ഈ ആൻറ്റ് വന്ന് ശരിക്കും ഒരു ചാറ്റർ ബോക്സ് ആണ്. വർത്താനം തുടങ്ങിയാൽ വായന്നെ പൂട്ടൂല. And where have you been? Said her aunt when Valli came in. അപ്പോൾ വല്ലിനെ കണ്ടപ്പോൾ ആൻറ്റ് ചോദിക്കുക, നീ എവിടെ നീ? She spoke very casually, not expecting a reply. So Valli just smiled and her mother and aunt went on with their conversation. അപ്പോൾ ഓൾ ആ ചോദ്യത്തിന് ഉത്തരമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നീ എവിടെ നീ വെറുതെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വല്യ അതിന് ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല, മാത്രം സ്മൈലാണ് ചെയ്ത്. അപ്പോൾ ആ ആൻറ്റിയും വല്ലിൻ്റെ അമ്മയും പിന്നെയും സംസാരിക്കാൻ തുടങ്ങി. Yes, you're right, her mother said. So many things in our midst and in the world outside. How can we possibly know about everything? And even when we do know about something, we often can't understand it completely, can we? അപ്പോൾ വല്ലിൻ്റെ അമ്മ പറയാണ്, ഓരോ സംസാരം കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ആ വല്ലിൻ്റെ അമ്മ പറയാണ്, ശരിയാണ്, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയണം കൂടിയില്ല, നമ്മൾ അറിഞ്ഞാലും നമ്മളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വല്ലിൻ്റെ അമ്മ പറയാണ്, ഓ യെസ്, ബ്രീത്ത്ഡ് വല്ലി. അപ്പോൾ വല്ലി അത് ശരിക്കും അവളുടെ അമ്മ പറഞ്ഞതിന് ശരിക്കും അവൾ ഫീൽ ചെയ്തിട്ടാണ് പറഞ്ഞത്, ഓ യെസ് എന്ന്. വാട്ട് ആസ്ക്ഡ് മദർ. വാട്ട്സ് ദാറ്റ് യു സേ? അപ്പോൾ വല്ലിൻ്റെ അമ്മ ഇവളെന്തിനാ യെസ് പറയുന്നത്? ഇവളിപ്പോൾ കയറി വന്നിട്ട് നമ്മൾ പറയുന്ന വർത്താനം ഒന്നും കേൾക്കാതെ എന്തിനാ യെസ് എന്ന് പറയുന്നത്? ഓ സെഡ് വല്ലി, I was just agreeing with what you said about things happening without our knowledge. അപ്പോൾ വല്ലി പറയാനാ, ഞാൻ ആ കാര്യം സമ്മതിച്ചതാണ്, അമ്മ പറഞ്ഞ കാര്യം സമ്മതിച്ചതാണ്. എങ്ങനെ തിങ്സ് നമ്മൾ അറിയാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, അത് ഞാൻ സമ്മതിച്ചതാണെന്ന്. Just a chit of a girl she is, said her aunt, and yet look how she pokes her nose into her conversation.
ജസ്റ്റ് ആസ് ദോ ഷി വർ എ ഗ്രോൺ ലേഡി. ഓളെ ആണ്ട് പറയാൻ ഇവള് നോക്കല്ല, നമ്മളെ വർത്താനത്തിലേക്കൊക്കെ ഇടയ്ക്കിട്ട് വന്ന് പറയാം, എത്ര ചെറിയ കുട്ടിയല്ലേ ഓള്, പക്ഷെ ഓളെ വർത്താനം കേട്ടാൽ വലിയ ഗ്രോൺ അപ്പ് ലേഡീൻ്റെ മാതിരി ഉണ്ട്. Valli smiled to herself. She didn't want them to understand her smile. But then, there wasn't much chance of that, was there? അപ്പോൾ വള്ളി ഒന്നും പറഞ്ഞില്ല, മാത്രം സ്മൈൽ ചെയ്ത്. വള്ളി എന്തിനാ സ്മൈൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർക്ക് മനസ്സിലാവണമെന്നൊന്നും വള്ളിക്കില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവാനുള്ള വഴിയുമില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാണ്? വള്ളി അമ്മ അറിയാതെ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഓക്കെ, സോ വിത്ത് ദിസ് വി കം ടു എൻ എൻഡ് ഓഫ് ദിസ് ലെസൺ. അപ്പോൾ വള്ളി ശരിക്കും ഒരു സംഭവം തന്നെയാണ് അല്ലേ? ഒരു 8 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാലൊക്കെ ഏത് ക്ലാസ്സിലാണ് ഉണ്ടാവുക? ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാവും അല്ലേ? എന്നിട്ട് ആ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടി ഇപ്പം വീട്ടിൽ നിന്ന് ടൗണ് വരെ ഒറ്റയ്ക്ക് ബസ്സിൽ പോയി തിരിച്ച് വന്ന്, അതും അവളുടെ അമ്മ അറിയാതെ പോയത്. അപ്പോൾ അതിൽ ശരിയാണോ? ശരിക്കും വള്ളി ഭയങ്കര ബ്രേവൊക്കെ തന്നെ, പക്ഷെ ഓളിങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു അല്ലേ? ഒക്കെ അത്രയും ആ ബസ്സിൽ പോകാൻ പൂതിയുണ്ടെങ്കിൽ അമ്മൻ്റെ കൂടെ ഒന്ന് പോയി വന്നാൽ മതിയായിരുന്നു. അമ്മക്ക് ആവശ്യമില്ലപ്പോൾ അമ്മനെ കൂടി ഇങ്ങനെ പോയി വന്നാൽ മതി. സോ ഇത് എൻ്റെ അഭിപ്രായമാണ്. ആസ് എ പേരൻറ്റ് ഐ ഫീൽ വെരി കൺസേൺഡ്. ഇപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ അമ്മ അറിയാതെ പോയി പോയത് എത്ര അപകടമാണ് അല്ലേ? ഓക്കെ, വെൽ ദാറ്റ് ഈസ് മൈ അഭിപ്രായം. Do comment and tell me your abhiprayam. What do you think? Valli did something right or something so good? Okay, and I hope you understood the lesson well for your exam point of view, and I'm really glad നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഈ ലെസൺ പഠിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളൊക്കെ 10ാം ക്ലാസ് ആയ കുട്ടികളാണെങ്കിലൊക്കെ നിങ്ങളൊക്കെ പോയി വരുന്നതിന് പ്രശ്നമില്ല. ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തന്നെ ഈ ലെസനൊക്കെ പഠിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാറുണ്ടല്ലോ, ഒക്കെ അപകടത്തിൽ ചെന്ന് പെടും. Okay, take care children, love you all.